ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ അർജുൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് മനാഫ്. സാധാരണ ഏതൊരു ലോറി ഉടമസ്ഥനാണെങ്കിലും ലോറി നഷ്ടപ്പെട്ടു, ഇൻഷുറൻസ് തുക കിട്ടും, ഒരു ലോറി ഡ്രൈവർക്ക് പകരം മറ്റൊരു ഡ്രൈവറെ കിട്ടും. എന്തായാലും നഷ്ടപ്പെട്ട ലോറിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൈയൊഴിഞ്ഞ് പോയില്ല. കുറച്ച് ദിവസമൊക്കെ നിൽക്കും. എന്നിട്ട് ആരാണ് ഇതുപോലെ 72 ദിവസവും അവിടെ നിൽക്കുന്നത്? അർജുനെയും കൊണ്ടേ പോകും എന്നുള്ളൊരു വാശിയിലായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, സ്വന്തം വീട്ടിൽ പോലും പോകാതെ അവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു. കാരണം അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക്, ഞാൻ അർജുനുമായിട്ട് തിരികെ വരൂ എന്ന്. ഇന്നലെ അർജുൻ്റെ മൃതദേഹം കിട്ടിയപ്പോൾ പറഞ്ഞൊരു കാര്യം, അത് വളരെ നമുക്ക് വേദന ഉളവാക്കുന്നൊരു കാര്യമാണ്. അർജുനെ എടുത്തിട്ട് ആ ലോറിയും മരവും പുഴയിലേക്ക് എറിഞ്ഞുകൊള്ളൂ. പക്ഷെ അർജുൻ്റെ മൃതദേഹം ഞങ്ങൾക്ക് വേണം, അങ്ങനെ അവനെ പുഴയിൽ എറിഞ്ഞു പോകാൻ കഴിയില്ല എന്നായിരുന്നു. പല സന്ദർഭങ്ങളിലും മാനസികമായി തളർന്ന സമയങ്ങളുണ്ടായിട്ടുണ്ടെന്ന് മനാഫ് പറയുന്നു. അപ്പോഴൊക്കെ അർജുൻ്റെ അമ്മ അയക്കുന്ന വോയിസ് അയാൾക്ക് ഊർജം കൊടുക്കുമായിരുന്നു അത്ര. മാത്രമല്ല, മനാഫിനെ പിടിച്ച് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അർജുനും ലോറിയും എവിടെയുണ്ടെന്ന് പറയും. ഇതെല്ലാം മനാഫ് ഉണ്ടാക്കിയതാണ്. എന്തൊക്കെയാണ് പറയുന്നത്? മനാഫാണോ മണ്ണിടിച്ചിലുണ്ടാക്കിയത്? മനാഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, പഴയതോ കേസിൻ്റെ കാര്യങ്ങളും കള്ളത്തടി കേസ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുഴൽപ്പണം കടത്താനാണ്, എന്തൊക്കെ വാർത്തകളാണ് പ്രചരിച്ചത്. ഇതും ആ മനുഷ്യൻ ഇതെല്ലാം കേട്ടുകൊണ്ടും തളരാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പലരും തിരച്ചിൽ നിർത്തിപ്പോയി അല്ലേ? എല്ലാവരും പോയിട്ടും അവിടെ നിന്ന് പോവാതെ 72 ദിവസം അവിടെ നിന്നു എന്ന് പറയുന്നപ്പോൾ തന്നെ മനസ്സിലാക്കാം അർജുനുമായുള്ള ഒരു ആത്മബന്ധം. ഒരു ലോറി ഡ്രൈവറായിട്ടല്ല കണ്ടിരുന്നത്, സ്വന്തം അനുജനെ പോലെയാണെന്ന് ആ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നമുക്ക് മനസ്സിലാവും. മനാഫിൻ്റെ വ്യക്തിത്വം എന്താണെന്നുള്ളത് മനാഫിൻ്റെ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും തിരിച്ചറിയേണ്ട മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതറിയാതെ മൂഢന്മാരെ പോലെ എവിടെയൊക്കെ ഇരുന്ന് ആരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ കമൻറ്റുകൾ ഇടുന്നു. പക്ഷേ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ ചോദിക്കണം, ഇപ്പം നിങ്ങൾ ആരായി? നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലേ, ഇപ്പോൾ നിങ്ങൾ ആരായി? പിന്നെ ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അർജുൻ്റെ പെങ്ങന്മാർക്ക് ഇനി ഒരു മൂത്ത ജ്യേഷ്ഠനായി ഞാനുണ്ടാവും, എനിക്ക് 3 മക്കളാണുള്ളത്, ഇനി മുതൽ എനിക്ക് 4 മക്കളാണ് എന്നാണ്. അവരുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തുണ്ടാക്കുന്നുണ്ടോ അതുപോലെ അവർക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ പേരിനും പ്രശംസിക്കും വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഈ 72 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം ഉള്ളിൽ തട്ടി പറയുന്ന വാക്കുകളാണ്. എന്താണെങ്കിലും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. എന്നിട്ടും തളരാതെ വേറെ ആരാണെങ്കിലും വിചാരിക്കും, എന്തിനാണ് ഈ ആൾക്കാരെ പഴിയേക്കുന്നതെന്ന് വിചാരിച്ച് പണ്ടേ നിർത്തിപ്പോയത്. സ്വന്തം വീട്ടിൽ പോലും പോകാതെ അവിടെ നിന്ന ആ ഒരു മനസ്സ്, അതിൽ ഒരുപാട് ഞാൻ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ മനാഫ് സങ്കടപ്പെടുമ്പോഴൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു, എല്ലാവരും അല്ലാട്ടോ, അത്രയും വിഡ്ഢികളായ ആളുകൾ പറഞ്ഞിരുന്നു, ലോറി കിട്ടാൻ വേണ്ടിയുള്ള കള്ളക്കരച്ചിലാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസുകൾക്ക് വേണ്ടിയുള്ള നാടകമാണിതെന്നൊക്കെ. അപ്പോഴൊക്കെ എന്തുമാത്രം സോഷ്യൽ മീഡിയാസ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. കാരണം ഭാരത് ആദ്യം പറഞ്ഞൊരു സിഗ്നൽ കിട്ടിയെന്ന്, അപ്പോൾ അത് മനാഫ് മീഡിയയിലെല്ലാം ഒന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നീട് അറിയുന്നത് മറ്റു വേറൊരു വണ്ടിയുടെ ആയിരുന്നു എന്ന്. അതിനുശേഷം അവർ പറഞ്ഞു സിഗ്നൽ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഓരോരുത്തരും വീഡിയോ ചെയ്തു, ഓരോരുത്തരും പല കാര്യങ്ങൾ പറഞ്ഞു. മനാഫ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നതെന്നൊക്കെ. പക്ഷേ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആളെ കിട്ടണം, ജീവനോടെ കിട്ടണമെന്ന് തന്നെയായിരുന്നു അവരുടെ എല്ലാം ആഗ്രഹം. അതുകൊണ്ടല്ലേ നമ്മൾ ആ കിട്ടുന്ന ഇൻഫർമേഷൻ വേഗം പാസ് ചെയ്യുകയും എല്ലാം ചെയ്തത്. അല്ലാതെ മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ട് അർജുനെ മരണത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. എന്താണെങ്കിലും മനാഫ് എടുത്ത എഫേർട്ട് എത്രമാത്രം വലുതാണെന്നുള്ളത് ഇന്നലെ ആ മൃതദേഹം കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ കൂടി ആ ഒരു മനുഷ്യനെ, നല്ല വ്യക്തിത്വത്തിനുടമയായ മനാഫിനെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഈശ്വരൻ നല്ലത് തന്നെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അർജുൻ്റെ കുടുംബത്തിനും ഈ ഒരു ദുഃഖം താങ്ങാനുള്ള കരുത്തും ശക്തിയും കൊടുക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.